Hi friends, welcome to my channel. ഇന്ന് മുതൽ ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചപ്പാത്തി ആൻഡ് ഡിഫറെൻറ്റ് പൊറോട്ട സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയിൽ നല്ല സോഫ്റ്റായി ചപ്പാത്തി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമുള്ള ടിപ്സും ട്രിക്സും പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആട്ട എങ്ങനെ കുഴക്കാൻ പറ്റും ആ വിധമൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പല ആൾക്കാരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ചപ്പാത്തി എങ്ങനെയാണ് ഈസി ആയിട്ട് സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി ആദ്യം നമുക്ക് ആട്ട എടുക്കണം. അപ്പം ഞാൻ 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉപ്പ്, നമുക്ക് എത്ര ഉപ്പ് വേണം അത്ര ഉപ്പ് എടുക്കാം. ഉപ്പ് എടുത്തിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഇടാം. ഇച്ചിരി ചെയ്ത് ചെറുതായിട്ട് ഗ്രാജുവലി നമുക്ക് വെള്ളം ഇട്ടാൽ മതി. നല്ലപോലെ അത് മിക്സ് ആക്കാം. 2 കപ്പ് ആട്ടയ്ക്ക് ഏകദേശം ഒരു കപ്പ് നമുക്ക് വെള്ളം എടുക്കണം. അത് ഗ്രാജുവലി പതിയെ ഒഴിച്ചാൽ മതി. ഫ്രണ്ട്സ്, എൻ്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല, അത് പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ്. എന്തായാലും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മളിങ്ങനെ ഇച്ചിരി വെള്ളം ഇട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മൾ ആട്ട കുഴയ്ക്കണം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഇട്ട് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കരുത്. ഇച്ചിരി ടൈറ്റ് ഇരിക്കണം. നമുക്ക് നോർമലി സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും ഇല്ലാത്ത ഒരു ആട്ട കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ആട്ട കുഴച്ച് വെക്കുമ്പോൾ ഇച്ചിരി ടൈറ്റ് വേണം. അത് തന്നെ ഇച്ചിരി സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇച്ചിരി ടൈറ്റായിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം പിന്നെയും ചെയ്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ അത് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് ഓൾമോസ്റ്റ് നമുക്ക് ആട്ട റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, അത് കാണാൻ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, നല്ല ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റെങ്കിലും മിനിമം വെക്കണം. 10 മിനിറ്റ് വെച്ചാലേ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വരത്തുള്ളൂ. ഇപ്പം നോക്കി, നമുക്ക് ഒരു ഫിംഗർ വെച്ച് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി നനവുള്ള തുണി എടുത്ത് ഇത് മൂടി വെക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ്സ് ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. അത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് ആട്ട വരും. നല്ല സോഫ്റ്റ്, അതിൻ്റെ ലുക്ക് നോക്കിയാലും നമുക്ക് നല്ല സ്മൂത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ ആട്ട ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചപ്പാത്തീൻ്റെ സൈസ് വെച്ച് ഒരു നാരങ്ങ, ഒരു മീഡിയം നാരങ്ങേൻ്റെ സൈസിൻ്റെ ഒരു ബോൾ ഉണ്ടാക്കി എടുക്കാം. ഇത്ര നല്ലപോലെ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യാം. നല്ലപോലെ റൗണ്ട് ആക്കി കഴിഞ്ഞ് അത് നമ്മൾ ആട്ടയിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. ഇച്ചിരി ചെറുതായിട്ട് നമ്മളിത് പരത്തിയെടുക്കാം. 2-4 സൈഡിൽ നല്ലപോലെ പരത്തിയെടുക്കണം. പിന്നെ ഒരു പ്രാവശ്യം കൂടി ആട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ ഇത് പരത്താം. ഇതിലൊരു കാര്യം നോക്കണം, സെൻറ്ററിൽ മാത്രമായിട്ട് പരത്തി അത് തിന്നാക്കി സൈഡ് വലുതാക്കി അല്ലെങ്കിൽ തിക്കാക്കി എടുക്കരുത്. 4 സൈഡിൽ ചെറുതായിട്ട് എല്ലാം ഒരേപോലെ വരണം. തവ നമ്മുടെ ചൂടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, സ്റ്റാർട്ടിങ്ങിൽ തവ ഒത്തിരി ചൂടാകരുത്. അപ്പോൾ സിമ്മ് വെക്കണം. സിമ്മ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ചപ്പാത്തി ഇട്ട് ഇനി ഇത് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് മാത്രമേ ഇങ്ങനെ വെക്കാവുള്ളൂ. ഇമ്മീഡിയറ്റ്ലി നമ്മളിത് ഫ്ലിപ്പ് ചെയ്യും. ഈ സൈഡ് കണ്ട ഒട്ടും അതിൽ ഒന്നും ആയില്ല, ജസ്റ്റ് വൈറ്റായിട്ടിരിക്കുന്നു. ഇനി നമുക്കിത് ഫ്ലിപ്പ് ചെയ്യാൻ പാടില്ല. ഈ സമയം നമ്മൾക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഫുള്ളാക്കണം. ഫുള്ളാക്കിയിട്ട് താഴെ നല്ലപോലെ ഒരു സൈഡ് വെന്ത് വരുന്നവരെ അത് വേവിക്കണം. നോക്കൂ, ഇതിപ്പോൾ ഈ സൈഡ് ഫുള്ള് വെന്ത് അത്ര നേരം നമ്മൾ ഫ്ലിപ്പ് ചെയ്തില്ല. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ തവ മാറ്റിയിട്ട് ഡയറക്റ്റ് നമുക്ക് ഗ്യാസിൻ്റെ പോലെ ഇത്ര ഇട്ടാൽ മതി. അപ്പോൾ നല്ലപോലെ പൊങ്ങി വരും. കണ്ടോ, എന്ത് നല്ല സോഫ്റ്റായിട്ട് ഫുൾ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ സെയിം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കാം. നമുക്ക് ചപ്പാത്തി ഇടാൻ നേരത്ത് ഗ്യാസ് സിമ്മിരിക്കണം, ഒത്തിരി ചൂടാവരുത്, അല്ലെങ്കിൽ അത് ഒട്ടും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 30 സെക്കൻഡ്സിൽ നമ്മളിത് ഫ്ലിപ്പ് ചെയ്യുക. ഈ സൈഡിൽ ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം താഴെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നോക്കൂ, നല്ലപോലെ വെന്ത് കഴിഞ്ഞ് അത് നമുക്ക് രണ്ടാമത്തെ സൈഡ് നല്ലപോലെ വേഗുന്ന വരെ അത് നമുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് അത് ഡയറക്റ്റ് ഗ്യാസിൻ്റെ മേലെ ഇട്ടാൽ ഇങ്ങനെ പൊങ്ങി കിട്ടും. ഞാൻ വേറെ ഒരു രീതിയിൽ പാനിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഇത് ഫ്ലിപ്പ് ചെയ്ത് ഒരു സൈഡ് നല്ലപോലെ വേഗം തരണം. അത് കഴിഞ്ഞ് തവയിൽ തന്നെ നമ്മളിത് ഫ്ലിപ്പ് ചെയ്യുക. പിന്നെ ഒരു തുണീൻ്റെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് നെക്കി കൊടുക്കുക. അപ്പോൾ 4 സൈഡിൽ നിന്ന് അത് പൊങ്ങി വരും. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞ് നമുക്കത് എടുത്ത് ചപ്പാത്തി റെഡി. ഇത് നോക്ക്, ഇത്ര നല്ല സോഫ്റ്റാണ്. ഞാനിത് കാണിച്ചു തരാം. ഫുള്ള് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി വന്നിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻസിൽ അയക്കുക, ഞാനതിൻ്റെ റിപ്ലൈസ് തീർച്ചയായിട്ടും തരാം. രണ്ട് സൈഡിൽ നിന്ന് നമ്മുടെ ചപ്പാത്തി നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് പെട്ടി വെക്കാം. നെയ്യ് പെട്ടി വെച്ചാൽ വൈകുന്നേരം രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി വൈകുന്നേരം വരെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇച്ചിരി നെയ്യിട്ട് നല്ല സോഫ്റ്റാക്കി ഫോൾഡാക്കി വെച്ചേക്കാം. ഫ്രണ്ട്സ്, ചപ്പാത്തി പൊറോട്ട സീരീസിൻ്റെ അടുത്ത വീഡിയോ ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്ത് ഷുവറായിട്ട് പറയാം.